പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മുടെ മനസ്സ് മടുപ്പിക്കുന്നത് തന്നെയാണ്. ഇസ്രയേൽ അവിടെ ആക്രമണം ശക്തമാക്കിയ മധ്യ ഗസയിൽ 50-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുന്നുണ്ട്. ഇസ്രയേലും ലെബനനിലെ ഹെസബുള്ളയും തമ്മിൽ തുറന്ന യുദ്ധത്തിന് സാധ്യതയുണ്ടെന്ന് കൂടി വാർത്തകൾ വരുമ്പോൾ പി ജെയിംസ് ഈ വാർത്തകളെ ആഴത്തിൽ അപഗ്രഥിക്കാൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നോ? ജീവിതമൊക്കെ സുഖമാണ്. ഇന്നലെ എന്തോ വീണ് മുട്ടുപൊട്ടിയെന്നൊക്കെ കേട്ടു. ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. വെറുതെ പറഞ്ഞല്ലേ? ഓക്കെ, നന്നായി. മുട്ടൊക്കെ ഓക്കെ അല്ലേ? അപ്പൊ മുട്ടാതെ നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം. ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടുതൽ രൂക്ഷമായി തുടരുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ വരുന്നത്. എന്ന് മാത്രമല്ല, ഈ മധ്യ ഗസയിൽ അതുപോലെ തന്നെ 1-2 അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നു. ആകാശത്ത് നിന്നും കരയിൽ നിന്നും യുദ്ധമാണ്. കരയിൽ ഇസ്രായേലി ടാങ്കുകൾ ഉരുളുന്നു. 50-ലേറെ പേർ കൊല്ലപ്പെട്ടു. ഏതാണ്ട് 200-ഓളം പേർക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. അലക്സ ആശുപത്രിയിലേക്ക് എത്തുന്ന ഈ മുറിവേറ്റവരുടെയും അതുപോലെ മരണമടഞ്ഞവരുടെയും മോർച്ചറി നിറഞ്ഞിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും മരണസംഖ്യ 36,600-ൽ കവിഞ്ഞിരിക്കുന്നു. ഒരു 8 മാസത്തെ യുദ്ധത്തിൽ സംഭവിച്ചതാണ്. അതിൽ 26,000-നും 27,000-നും ഇടയിൽ സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ യുദ്ധത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നത് നിരപരാധികളായിട്ടുള്ള പാലസ്തീനിലെ സ്ത്രീകൾക്കും കുട്ടികളുമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം വരുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറച്ചു നിൽക്കുകയാണ്, പാറ പോലെ ഉറച്ചു നിൽക്കുക. അതിനെക്കുറിച്ച് ജോ ബൈഡൻ വരെ പറഞ്ഞല്ലോ, അയാൾക്ക് അധികാര കസേര പോകുമെന്ന പേടിയാണ്. കാരണം യുദ്ധം നിർത്തിയാൽ അവിടുത്തെ പിന്തുണ പിൻവലിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ബെൻ ഗീവർ അടക്കമുള്ള വലതുപക്ഷ തീവ്രവാദ സിയണിസ്റ്റുകളാണ്. മറ്റ് പ്രതിപക്ഷം പോലും പിന്തുണ വാഗ്ദാനം ചെയ്തിട്ട് അതിലൊന്നും വിശ്വാസമില്ല. തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഇസ്രായേലിലുണ്ട്. പക്ഷേ ഒരു യുദ്ധസമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് സാധ്യമല്ല. എന്തായാലും ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള ഭിന്നത നടക്കുന്നുണ്ട്. അതേസമയം ഇസ്രായേലി ബന്ദികളെ വിട്ടുകിട്ടാനുള്ള വേണ്ടിയിട്ട് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. ഇപ്പോൾ അവർ തന്നെ പറയുന്നത് 1/3 ബന്ദികൾ ഹമാസിൻ്റെ കൈവശമുള്ള ബന്ദികൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞുവെന്നാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് പിടിവാശിയിൽ നിൽക്കുകയാണ്. കാരണം ഖത്തറും അതുപോലെ തന്നെ ഈജിപ്തും സൗദി അറേബ്യയൊക്കെ ചേർന്ന് മധ്യസ്ഥ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ മണിക്കൂറുകളിൽ ഖത്തറിലെ പ്രധാനമന്ത്രിയുമായിട്ട് അമേരിക്കയുടെ CIA ഡയറക്ടർ വില്യം ബേൺസ് സംസാരിച്ചു. ഈ തരത്തിൽ ഇത് മുന്നോട്ട് വെച്ചു. ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതി വലിയ ചർച്ചാ വിഷയമാണ്. ഇസ്രായേലിൽ പോലും ഒരു പക്ഷം അമേരിക്കയുടെ ഈ വെടിനിർത്തൽ പദ്ധതി അംഗീകരിക്കുന്നു, പക്ഷേ പ്രധാനമന്ത്രി വഴങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പറയുന്ന വാക്ക് ഹമാസിനെ അവസാനിപ്പിക്കാതെ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നാണ്. ഹമാസ് പറയുന്നത് ബന്ദികളെ വിട്ടയക്കാം, പക്ഷേ യുദ്ധം പൂർണ്ണമായി നിർത്തിയാൽ മാത്രമേ ബന്ദികളെ വിട്ടയക്കുള്ളൂ. ഈ തരത്തിൽ 2 കൂട്ടരും പിടിവാശിയിൽ നിൽക്കുകയാണ് എസ്കൈൻ. അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ നടക്കുന്നു. പാവപ്പെട്ട ജനം അവിടെ പട്ടിണി. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ വലിയ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിൽ പ്രശ്നങ്ങൾ തീർത്തില്ലെങ്കിൽ 10 ലക്ഷം പേർ കടുത്ത പട്ടിണിയിൽ ആവുകയും ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് വരുന്നു. ഈജിപ്തിൽ നിന്ന് കടത്തിവിടുന്നില്ല, ഭക്ഷ്യവസ്തുക്കൾ കടത്തിവിടുന്നില്ല, രോഗം പടരുന്നു. ഇപ്പോഴും പലായനത്തിലാണ് സ്ത്രീകളും കുട്ടികളും. വല്ലാത്തൊരു അവസ്ഥയിലാണ് സ്കെയിൻ കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ജെയിംസ് ഇന്നൊരു എനർജി കുറവുണ്ടോ ജെയിംസേ? ഒരു പ്രശ്നമില്ല. ഇല്ലല്ലോ, ഒരു പ്രേക്ഷകൻ ചോദിച്ചതാ ഇന്നെന്തോ ഒരു എനർജി കുറവുണ്ട്. എനർജി കൂട്ടണോ? അല്ല, എന്റെ സംശയം ഭാര്യയോട് പിണങ്ങി വല്ലതും ഇറങ്ങിയാണോ? ഭാര്യയായിട്ട് നല്ല ഇതിലാണ്, അല്ല സൗമനസ്യത്തില്ല അല്ലേ? ഭാര്യയ്ക്ക് നമ്മളൊരു പുരസ്കാരം പ്രഖ്യാപിക്കും. പി ജെയിംസെ സഹിച്ച് മുന്നോട്ട് പോകുന്നില്ലേ? ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ ജെയിംസ്, ഇനി രണ്ടാമത്തെ കാര്യം, ഈ റഷ്യക്കെതിരെ ആയുധം കൊടുത്ത രാജ്യങ്ങൾക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തും, മറ്റുള്ള രാജ്യങ്ങളെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നുള്ള രീതിയിൽ വ്ളാഡിമിർ പുടിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു. മാത്രമല്ല, ഒരു ഇടവേളയ്ക്ക് ശേഷം യുക്രൈൻ റഷ്യയും യുദ്ധം കുറച്ചുകൂടി മുറുകുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ. ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പലതവണയായിട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ഇത്തവണത്തെ മുന്നറിയിപ്പിന് ഇച്ചിരി ഒരു ഗൗരവ സ്വഭാവമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഉക്രൈൻ സേന അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഹൈമാർസ് പോലെയുള്ള ദീർഘദൂര മിസൈലുകൾ റഷ്യയിലേക്ക് പ്രയോഗിച്ചത്. അത് ചെന്ന് വീണത് ബെൽഗോറോഡ് അടക്കമുള്ള റഷ്യയിലെ നഗരങ്ങളിലാണ്. റഷ്യ പറയുന്നത് ഈ മിസൈലുകൾ പ്രയോഗിക്കുമ്പോൾ യുക്രൈൻ സേനയാണ് പ്രയോഗിക്കുന്നതെന്ന് പറഞ്ഞാലും ഇതിൻ്റെ വിദൂരമായിട്ടുള്ള കൺട്രോൾ അമേരിക്കയിലാണ്. അപ്പോൾ ജർമ്മനിയുടെ ടാങ്കുകളും ആയുധങ്ങളും മിസൈലുകളും ഉപയോഗിക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ വെച്ചുകൊണ്ടാണ് പുടിൻ പ്രഖ്യാപിച്ചത്. മാത്രമല്ല, പുടിൻ സാധാരണ വിദേശ ജേർണലിസ്റ്റുകളോട് സംസാരിക്കാറില്ല. അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായിട്ട് അമേരിക്കയും യൂറോപ്പും
ബ്രിട്ടനും ഒഴികെയുള്ള വിദേശ ജേർണലിസ്റ്റുകളോട് സംസാരിച്ചു മോസ്കോയിൽ. അവിടെ വെച്ച് വലിയ ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. ഇതേ രാജ്യങ്ങളെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യും ഇതേ രീതിയിൽ തന്നെ എന്ന് വെച്ചാൽ മറ്റു രാജ്യങ്ങൾ വഴി അമേരിക്കയെയും ജർമ്മനിയെയും വേണ്ടി വന്നാൽ ബ്രിട്ടനെയും, കാരണം ബ്രിട്ടനും ആ തരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ രാജ്യങ്ങളെ വേറെ രാജ്യങ്ങൾ വഴി ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ വടക്കൻ കൊറിയ, ഇറാനൊക്കെ റഷ്യയുമായിട്ട് നല്ല ബന്ധമാണ്. വടക്കൻ കൊറിയ ആണെങ്കിൽ എന്തിനും തയ്യാറായി നിൽക്കുക, കിം ജോങ് ഉൻ പറയേ വേണ്ടു. അപ്പം ഞങ്ങൾ വേറെ രാജ്യങ്ങൾ വഴി ആക്രമിക്കുക, അവർക്ക് വേണമെങ്കിൽ ന്യൂക്ലിയർ വാർഹെഡ്സ് ആണവായുധങ്ങൾ നൽകുമെന്ന് വരെ പറയുന്നുണ്ട്. ആണവായുധ പ്രയോഗം ഇപ്പോഴും തള്ളി പറയുന്നില്ല. എന്തായാലും അമേരിക്കയും ജർമ്മനിയും ഒന്നും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമായി വരികയാണ്. കാർക്കീവിൽ, കിഴക്കൻ ഉക്രൈനിൽ, ലുഹാൻസ്ക്, ഡോണറ്റ്സ്ക് മേഖലയിലൊക്കെ യുദ്ധം രൂക്ഷമാവുകയാണ്. കരയുദ്ധത്തിൽ റഷ്യ തന്നെയാണ് മുന്നിൽ. ഉക്രൈന് വേണ്ടത്ര ആയുധങ്ങൾ ലഭിച്ചിട്ടില്ല. വ്ളാഡിമിർ സെലൻസ്കി വല്ലാതെ ആവശ്യപ്പെടുന്നുണ്ട്, കരയുന്നുണ്ട്. പക്ഷേ ആ തരത്തിൽ ഉള്ള ആയുധങ്ങൾ ലഭിച്ചിട്ടില്ല. എസ്കെൻ ജെയിംസ്, മറ്റൊരു കാര്യം, ഇന്ത്യൻ വംശജ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസും സഹയാത്രികനും ഇന്ന് ബഹിരാകാശ യാത്രയിൽ ഇന്ന് അവിടെ എത്തുകയാണല്ലോ. അപ്പോൾ ഈ ബഹിരാകാശ നിലയിൽ എത്തുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടോ? നാസയുടെ എന്തെങ്കിലും പ്രസ്താവനകൾ വന്നിട്ടുണ്ടോ? എസ്കെൻ, സുനിത വില്യംസ് 2 തവണ നേരത്തെ പോയതാണ്. ഇന്ത്യൻ വംശജയാണ്. അതുകൊണ്ട് തന്നെ സുനിത വില്യംസിൻ്റെ പേര് വരുമ്പോൾ സ്വാഭാവികമായിട്ട് പഞ്ചാബിൽ നിന്നുള്ള മാതാപിതാക്കളൊക്കെയുള്ള സുനിത വില്യംസ് അമേരിക്കൻ നാസിയുമായിട്ടും അവിടുത്തെ ഇതിലൊക്കെ വലിയ ബിരുദമെടുത്തിട്ടുള്ളതാണ്. 2 തവണ ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. 3-ാം തവണയാണ് ഇത് പോകുന്നത്. അവരും വിൽമോർ എന്ന സഹയാത്രികനും കൂടിയാണ് ഫ്ലോറിഡയിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നത്. അവർ ഇന്ന് ബഹിരാകാശ നിലയത്തിൽ എത്തും. ബഹിരാകാശ നിലയം, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, എസ്കെൻ അറിയാവുന്ന പോലെ റഷ്യയും അമേരിക്കയും ചേർന്നാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വിടർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റഷ്യ പിൻവാങ്ങുന്നു. റഷ്യ എന്നിട്ട് ചൈനയുമായി കൂട്ടുകൂടാനാണ്. അപ്പോൾ ലോകത്തിലെ ക്രമം ഏതാണ്ട് ബഹിരാകാശത്തും ചന്ദ്രനിലൊക്കെ പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. ഇതിനിടയിൽ തന്നെയാണ് ചൈനയുടെ ചാങ്ങി എന്ന പേടകം ചന്ദ്രനിലെ വിദൂര ഭാഗത്ത്, ഇതുവരെ ആരും ഇറങ്ങാത്ത ഭാഗമെന്നാണ് പറയുന്നത്. കാരണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നേരിട്ട് കാണാൻ പറ്റാത്ത മറുഭാഗത്ത് പോയി ഇറങ്ങിയിരിക്കുന്നു. അവിടെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വളരെ ആദ്യമായിട്ട് ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറയുന്നത്. നേരത്തെ ഇന്ത്യ ദക്ഷിണ ധ്രുവത്തിൽ ആരും ഇറങ്ങാത്ത പ്രദേശത്താണ് ചെന്നിറങ്ങിയത്. അപ്പോൾ ആ തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. റഷ്യയും ചൈനയും ചേർന്ന് ഒരു പെർമനൻറ്റ് സ്ഥിരമായിട്ടുള്ള ഒരു സ്റ്റേഷൻ ചന്ദ്രനിൽ സ്ഥാപിക്കാൻ പോകുന്നു. അമേരിക്കയുമായിട്ടുള്ള ബന്ധം വിടർത്തുന്നു. 2030 ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ താഴോട്ട് വരും. ഇപ്പോൾ ചൈനയുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാണുള്ളത്. ഇന്ത്യയും ആ തരത്തിലുള്ള ചിന്തകളായിട്ടുണ്ട്. ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അടുത്ത 5-6 വർഷത്തിനുള്ളിൽ വരുമെന്നാണ് ഇന്ത്യ പറയുന്നത്. എന്ന് മാത്രമല്ല ചന്ദ്രനിൽ പെർമനൻറ്റ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ ഇന്ത്യക്ക് പദ്ധതിയുണ്ട്. എന്തായാലും ചന്ദ്രൻ, ചൊവ്വ അടക്കമുള്ള കേന്ദ്രങ്ങളൊക്കെ ബഹിരാകാശത്ത് ഒരുപാട് നീക്കങ്ങളൊക്കെയാണ് നടക്കുന്നത്. എസ്കെൻ, ഒരുപക്ഷെ ഇനിയൊരു 3-ാം ലോക മഹായുദ്ധമുണ്ടായാൽ അത് സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ സ്റ്റാർ വാഴ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ ബഹിരാകാശത്ത് നിന്ന് കൂടിയായിരിക്കും. അതിനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അപ്പോൾ റഷ്യയും ചൈനയും തമ്മിലുള്ള കൂട്ടുകെട്ട് ഇന്ത്യക്കും അത്ര സുഖകരമൊന്നുമല്ല. പക്ഷേ കാര്യങ്ങൾ അത്ര ഗുണകരമായിട്ടല്ല സംഭവിക്കുന്നത്. എന്നാലും ബഹിരാകാശത്ത് ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നു. എസ്കെൻ, ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ഓക്കെ, നാളെ കാണാം. ഓക്കെ, പി ജെയിംസിന് വിദേശ വാർത്തകളുമായി നാളെ നമ്മോടൊപ്പം ചേരും. അപ്പോൾ പി ജെയിംസുമായി എത്ര കാലത്തെ ബന്ധമുണ്ട് എന്ന് ചില പ്രേക്ഷകർക്ക് ചോദിച്ചിരിക്കുന്നു. ഈ കാലത്തിൻ്റെ പ്രശ്നമല്ല, എത്ര കാലം എന്നല്ല, എങ്ങനെയായിരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.